ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭൂമിയുടെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ കൃത്യം സെന്ററിലേക്ക് പോകാൻ പണം ചോദിച്ച് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഒരിക്കൽ സർക്കാരിനെ സമീപിച്ചിരുന്നത്രേ. ശരിക്കും എന്തിനാണെന്നറിയാമോ? അവരുടെ ലക്ഷ്യം അവിടെ ഒന്ന് കുഴിച്ചു നോക്കാനാണത്രേ. കേൾക്കുമ്പോൾ വട്ടാണെന്ന് തോന്നും അല്ലേ? പക്ഷേ ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിലും വിചിത്രമായ കാര്യം എന്താണെന്നോ? അടുത്തിടെ നമ്മൾ ഭൂമിക്കടിയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരുന്ന എല്ലാ സയൻസിനെയും കാറ്റിൽ പറത്തുന്നതാണ്. ഭൂമിക്കടിയിൽ നിന്നുള്ള ആ ഭയപ്പെടുത്തുന്ന നിലവിളികൾ മുതൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഒളിച്ചു കിടക്കുന്ന രഹസ്യ സമുദ്രങ്ങൾ വരെ. എന്താണ് ഈ ഹോളോ എർത്ത് അല്ലെങ്കിൽ പൊള്ളയായ ഭൂമി എന്ന രഹസ്യം? നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? നമുക്ക് കഥ 1818 നിന്ന് തുടങ്ങാം. ജോൺ സിംസ് എന്നു പേരുള്ള ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ അമേരിക്കയിലെ എല്ലാ പ്രമുഖ പത്രങ്ങൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഒരു കത്തയച്ചു. കത്തിലെ കണ്ടന്റ് ഇതായിരുന്നു: നമ്മുടെ ഭൂമി ഉള്ളുപൊള്ളയായ ഒരു പന്ത് പോലെയാണ്. ഇതിൻ്റെ നോർത്ത് പോളിലും സൗത്ത് പോളിലും വലിയ ദ്വാരങ്ങളുണ്ട്. അതിലൂടെ അകത്തേക്ക് പോയാൽ അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു ലോകമുണ്ട്. ആളുകൾ അയാളെ നോക്കി ഭ്രാന്തൻ എന്ന് വിളിച്ച് ചിരിച്ചു. പക്ഷെ പുള്ളി വിട്ടില്ല. പുള്ളി തൻ്റെ വാദവുമായി അമേരിക്കൻ പാർലമെന്റിൽ വരെ എത്തി. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? 1823 ഈ ഭൂമിക്കടിയിലെ ലോകം കണ്ടുപിടിക്കാനുള്ള പര്യടനത്തിന് ഫണ്ട് നൽകണോ എന്ന് തീരുമാനിക്കാൻ അമേരിക്കൻ കോൺഗ്രസ് ഒരു വോട്ടെടുപ്പ് വരെ നടത്തി. അതിൽ 25 ആളുകൾ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നാണ് ചരിത്രം. അത് അവിടെയും തീർന്നില്ല. വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചില നാസി ശാസ്ത്രജ്ഞരും ഇത് കട്ടയ്ക്ക് വിശ്വസിച്ചിരുന്നു. നമ്മൾ ഈ വലിയ ഭൂമിയുടെ പുറത്തല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിലെ ഭിത്തിയിലാണ് ജീവിക്കുന്നതെന്ന് അവർ വിശ്വസിച്ചു. ശത്രുക്കളുടെ കപ്പലുകൾ എവിടെയുണ്ടെന്ന് അറിയാൻ അവർ ആകാശത്തേക്ക് റഡാർ വെച്ച് വരെ പരീക്ഷണം നടത്തി. വിചിത്രം തന്നെ അല്ലേ? എന്നാൽ ഇതിലും വലിയൊരു മിസ്റ്ററി നടന്നത് 1947 അമേരിക്കൻ നാവികസേനയിലെ പ്രശസ്തനായ പൈലറ്റും അഡ്മിറലുമായ റിച്ചർഡ് ബേഡ് നോർത്ത് പോളിന് മുകളിലൂടെ വിമാനം പറത്തുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കോക്പിറ്റിലെ റീഡിങ്ങുകൾ തെറ്റാൻ തുടങ്ങിയത്. അദ്ദേഹം താഴത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് മഞ്ഞു മൂടിയ സ്ഥലത്തിന് പകരം പച്ചപ്പ് നിറഞ്ഞ ഒരു താഴ്വരയായിരുന്നു. നമ്മൾ എന്നോ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ച വലിയ മാമത്തുകൾ അവിടെ നടന്നു പോകുന്നത് അദ്ദേഹം കണ്ടുത്രേ. അങ്ങോട്ട് പോകുന്തോറും താപനില കൂടിക്കൂടി വന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തു വന്ന അദ്ദേഹത്തിന്റെ രഹസ്യ ഡയറിയിൽ ഭൂമിക്കടിയിലെ ഈ വിചിത്ര ലോകത്തെക്കുറിച്ചും അവിടെയുള്ള അന്യഗ്രഹ ജീവികളെ പോലെയുള്ള മനുഷ്യരെക്കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഇന്റർനെറ്റിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. ഗവൺമെന്റ് ഇത് രഹസ്യമാക്കി വെച്ചതാണെന്ന് ഇന്നും പലരും വാദിക്കുന്നു. സത്യമാണോ അതോ വെറും കഥയോ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പാടാണ്, പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ ഐഡിയ ശരിക്കും എവിടെ നിന്നാണ് വന്നത്? സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ കഥയല്ല. നമ്മുടെ പുരാതന നോർസ് കഥകളിലും ഇന്ത്യൻ പുരാണങ്ങളിലെ പാതാളം എന്ന സങ്കല്പത്തിലും എല്ലാം ഭൂമിക്കടിയിലുള്ള ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. പണ്ടുകാലത്ത് ഭൂമിക്കടിയിൽ എന്താണെന്ന് കൃത്യമായി അറിയാനുള്ള ടെക്നോളജി ഇല്ലാതിരുന്ന സമയത്ത് മനുഷ്യൻ ഭാവനയിലുണ്ടാക്കിയ കഥകളാണിത്. അപ്പോൾ ഇത് വെറും മിത്താണെന്ന് നമുക്ക് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും? അതിന് ശാസ്ത്രത്തിന് കൃത്യമായ തെളിവുകളുണ്ട്. അതിലൊന്നാമത്തെയാണ് ഭൂകമ്പ തരംഗങ്ങൾ, സൈസ്മിക് വേവ്സ്. ഓരോ തവണ വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോഴും ഭൂമിക്കുള്ളിലുള്ള തരംഗങ്ങൾ സഞ്ചരിക്കും. ഇത് ഡോക്ടർമാർ വയറ്റിലെ കുഞ്ഞിനെ കാണാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെയാണ്. ഈ തരംഗങ്ങളെ ട്രാക്ക് ചെയ്യുമ്പോൾ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത് ഭൂമിയുടെ ഉള്ളിൽ ഒട്ടും കാലിയല്ല എന്നാണ്. അവിടെ അതിശക്തമായ കട്ടിയുള്ള പാറകളും ഉരുകിയ ഇരുമ്പും നിക്കലും എല്ലാം അടങ്ങിയ ലോഹങ്ങളുമാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം. ഭൂമിയുടെ ഉള്ളിൽ ഇത്രയും കട്ടിയുള്ള മാസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഗ്രാവിറ്റി കിട്ടുന്നത്. ഭൂമിയുടെ ഉള്ളിൽ പൊള്ളയായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു, അന്തരീക്ഷം പോലും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ആളുകൾ ഇപ്പോഴും ഈ കഥകൾ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഭൂമിക്കടിയിൽ ശരിക്കും മനുഷ്യനെ ഞെട്ടിക്കുന്ന രഹസ്യ ലോകങ്ങളുണ്ട്. ഉദാഹരണത്തിന് തുർക്കിയിലുള്ള ഡെറിൻ കുയു എന്ന അണ്ടർഗ്രൗണ്ട് സിറ്റി. ഇത് പ്രകൃതി ഉണ്ടാക്കിയതല്ല, മനുഷ്യൻ കൈകൊണ്ട് കുഴിച്ചുണ്ടാക്കിയതാണ്. പണ്ടുകാലത്ത് യുദ്ധങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ ഉണ്ടാക്കിയ 18 നിലകളുള്ള ഒരു ഭീമൻ നഗരം. ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവിടെ ഒരേ സമയം 20,000-ത്തിലധികം ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ വീടുകളും പള്ളികളും സ്കൂളുകളും കന്നുകാലികളെ വളർത്താനുള്ള സ്ഥലങ്ങളും വരെ ഉണ്ടായിരുന്നു എന്നാണ്.
ഇത് വെറും കഥയല്ല. ഇന്നും തുർക്കിയിൽ പോയാൽ നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി വേറൊരു ഭയപ്പെടുത്തുന്ന യഥാർത്ഥ സംഭവം പറയാം. മനുഷ്യൻ ഇതുവരെ ഭൂമിയിൽ കുഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ കുഴി ഏതാണെന്നറിയാമോ? റഷ്യയിലുള്ള കോള സൂപ്പർ ഡീപ്പ് ബോർ ഹോൾ ആണ്. വെറും 12 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ആഴം. 1989 ഇത് കുഴിക്കുന്ന സമയത്ത് ഒരു വിചിത്ര സംഭവം നടന്നു. അത്രയും ആഴത്തിലെ താപനിലയും മാറ്റങ്ങളും റെക്കോർഡ് ചെയ്യാൻ ശാസ്ത്രജ്ഞർ ഒരു പ്രത്യേക തെർമൽ മൈക്രോഫോൺ ആ കുഴിക്കുള്ളിൽ ഇറക്കി വിട്ടു. എന്നാൽ ആ സ്പീക്കറിലൂടെ പുറത്തുവരുന്ന ശബ്ദം കേട്ട് അവിടെയുണ്ടായിരുന്ന ശാസ്ത്രജ്ഞർ ഞെട്ടിവിറച്ചുപോയി. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് വേദന കൊണ്ട് നിലവിളിക്കുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു അത്. ഇന്റർനെറ്റിൽ ഇതിനെ നരകത്തിൽ നിന്നുള്ള ശബ്ദം അഥവാ സ്ക്രീംസ് ഓഫ് ഹെൽ എന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രജ്ഞർ പിന്നീട് പറഞ്ഞു അത് ഭൂമിക്കടിയിലെ ഉയർന്ന സമ്മർദ്ദം കാരണവും ഡ്രില്ലിംഗ് മെഷീന്റെ ശബ്ദം തട്ടി പ്രതിഫലിച്ചതുകൊണ്ട് മാത്രമാണ് ഉണ്ടായത് എന്നാണ്. പക്ഷേ ആ ഭയപ്പെടുത്തുന്ന ഓഡിയോ റെക്കോർഡിംഗ് ഇപ്പോഴും യൂട്യൂബിലും ഇന്റർനെറ്റിലും പലരെയും ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ ഭൂമിയുടെ പുറംതോട് അഥവാ ക്രസ്റ്റ് മാത്രമേ തൊട്ടിട്ടുള്ളൂ. അതായത് ഭൂമിയുടെ ആകെ വലിപ്പത്തിൽ വെറും 1% താഴെ മാത്രം. അങ്ങനെയെങ്കിൽ ബാക്കി 99% എന്താണുള്ളത്? ഓക്കെ, ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പുതിയ ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്ന ചില ഗവേഷണ ഫലങ്ങൾ. 2025 ശാസ്ത്രജ്ഞർ ഒരു കാര്യം കണ്ടെത്തി. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ കോർ വെറുതെ ഒരു ഇരുമ്പുകട്ട പോലെ ഉറങ്ങിക്കിടക്കുകയല്ല. സമയം കഴിയും തോറും അതിൻ്റെ കറക്കത്തിൻ്റെ വേഗത മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അതിൻ്റേതായ ഒരു വിചിത്രമായ താളമുണ്ട്. ഉള്ളിയുടെ തോലുകൾ പോലെ ഈ കോറിനും പല ലെയറുകൾ ഉണ്ടെന്നും അതിൻ്റെ ഉള്ളിൽ കാർബൺ ആറ്റങ്ങൾ ഒരു ലിക്വിഡ് പോലെ ഒഴുകി നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു പുതിയ അവസ്ഥ, ന്യൂ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അതുമാത്രമല്ല, കിലോമീറ്ററുകൾക്ക് താഴെ സൂര്യപ്രകാശം പോലും എത്താത്ത കൊടും ചൂടുള്ള പാറയ്ക്കുള്ളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളെയും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇരുണ്ട ലോകത്തെ ജീവികളെ ശാസ്ത്രം വിളിക്കുന്നത് ഇൻട്രാ ടെറസ്ട്രിയൽസ് എന്നാണ്, അതായത് ഭൂമിക്കടിയിലെ ജീവികൾ. ഇതിനെല്ലാം പുറമെ ഈ അടുത്ത കാലത്ത്, അതായത് 2026 തുടക്കത്തിൽ വന്ന ഒരു പുതിയ പഠനം പറയുന്നത് ഭൂമിയുടെ കോറിനുള്ളിൽ നമ്മൾ കാണുന്ന എല്ലാ സമുദ്രത്തിനേക്കാളും വലിയ അളവിൽ ഹൈഡ്രജൻ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ്. അതായത് ഭൂമിയുടെ ആഴങ്ങളിൽ എവിടെയോ ഒരു ഭീമൻ ജലശേഖരം ഒളിച്ചിരിപ്പുണ്ടെന്ന് ചുരുക്കം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ പഴയ കഥകളിലെ പോലെ ഭൂമിയുടെ ഉള്ളു പൊള്ളയാണെന്നും അവിടെ മനുഷ്യർ ജീവിക്കുന്ന മറ്റൊരു ലോകവുമുണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ശരിക്കും അവിടെയുള്ളത് നമ്മൾ ഭാവനയിൽ കണ്ടതിനേക്കാളും എത്രയോ മടങ്ങ് വിചിത്രവും നിഗൂഢവുമായ കാര്യങ്ങളാണ്. ശാസ്ത്രം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ആ രഹസ്യങ്ങൾ മുഴുവൻ അഴിച്ചെടുക്കാൻ. നിങ്ങൾക്ക് ഇതിൽ ഏത് കഥയാണ് ഏറ്റവും താല്പര്യമായി തോന്നിയത്? അഡ്മിറൽ ബേഡിൻ്റെ ഡയറിയോ അതോ നരകത്തിൽ നിന്നുള്ള ശബ്ദമോ? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ഒരു കിടിലൻ മിസ്റ്ററി വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്.